ഗോപകുമാർ സാർ, ഡോക്ടർ ജയരാജ് പറഞ്ഞത് അങ്ങ് കേട്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ എൻ്റെ ചെറിയ അറിവ് വെച്ച് പറഞ്ഞ ഓർമ്മകളാണ്. താങ്കൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു? ഈ സോഷ്യലിസം ദി ഓൾട്ടർനേറ്റീവ് നാളെ ഉച്ച കഴിയുമ്പോൾ ഒരു ഹങ് പാർലമെന്റ്, അതിനുശേഷം പഴയ UPA അതല്ലെങ്കിൽ വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതിരുന്ന കാലത്ത് PV നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയാക്കിയ ആ ഒരു പരീക്ഷണം, പിന്നെ വിവിധ പ്രധാനമന്ത്രിമാരുടെ ഒരു എത്ര എണ്ണം എന്നൊക്കെ മറന്നുപോയി. ചന്ദ്രശേഖർ വന്നു, ചരൺ സിംഗ് വന്നു, ദേവഗൌഡ വന്നു, പിന്നെ ഒരു മാസം മാത്രം വന്ന IK ഗുജറാൾ വന്നു, VP സിംഗ് വന്നു. അങ്ങനെ അപ്പൊ എന്തായാലും ആ പ്രതീക്ഷ, ആ മോഹം, ആ ശുഭപ്രതീക്ഷയെ എങ്ങനെ കാണുന്നു ഗോപകുമാർ സാർ? ആദ്യമായിട്ട് പറയട്ടെ, സോഷ്യലിസം എന്നുള്ള കൺസെപ്റ്റ് ഇന്ന് ലോകത്ത് ഒരിടത്തും അതിൻ്റെ പരമ്പരാഗതമായ കാഴ്ചപ്പാടിൽ നടപ്പിലാക്കുന്നില്ല. അതിനർത്ഥം ഇവിടെ എല്ലാം മുതലാളിത്തമാണെന്നല്ല. കുറച്ചുകൂടി പ്രായോഗികമായിട്ട് ഇന്ത്യൻ സൊസൈറ്റിയിൽ പറ്റുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് ഇക്വിറ്റി ബേസ്ഡ് സൊസൈറ്റിയാണ്. ആ പരമ്പരാഗത സോഷ്യലിസ്റ്റ് ആശയം പഴയ യൂറോപ്പിൽ നിന്ന് ഉയർന്ന് മറ്റ് പല രാജ്യങ്ങളിലും എത്തി കമ്മ്യൂണിസത്തിലേക്കൊക്കെ മാറി തിരിച്ചു വന്ന് ഇന്ത്യയിലും അതിന് നല്ലൊരു സ്ഥാനമുണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ഇത് ലോകത്ത് തന്നെ ലോകത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ക്രമത്തിലുണ്ടായ മാറ്റത്തിൽ ഇതിന് കൺവെൻഷണലായിട്ടുള്ള സോഷ്യലിസം ആ നിലയ്ക്ക് നിർഭാഗ്യവശാൽ അതിൻ്റെ പ്രസൻസ് മാറി ഇന്ന് ആ സ്ഥാനത്ത് ഒരുപക്ഷെ ഇന്ത്യക്ക് ഏറ്റവും ഉതകുന്നത് ഒരു ഇൻക്ലൂസീവായിട്ടുള്ളൊരു സൊസൈറ്റിയാണ്. ആയിക്കൊള്ളട്ടെ, അങ്ങനെ ഇൻക്ലൂസീവോ സോഷ്യലിസമായ ഒരു സൊസൈറ്റിയാണ് ആഗ്രഹിക്കുന്നെങ്കിലും പ്രതിപക്ഷത്തിനും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അത് ആഗ്രഹിക്കാം, അതിന് തർക്കമൊന്നുമില്ല. ഭരണഘടനയിലും അത് ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നാളത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ടൊരു കാഴ്ചപ്പാട് എക്സിറ്റ് പോളുകൾ നൽകി. എക്സിറ്റ് പോളുകൾ കുറച്ച് ഇൻഫ്ലേറ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായേക്കാം എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു 400-ലേക്കൊന്നും എത്തുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നില്ല. അത് ഞാൻ തുടക്കത്തിലെ ചൂണ്ടിക്കാണിച്ചാണ്. പക്ഷേ ഹങ് പാർലമെൻറ്റ് അഥവാ ത്രിശങ്കു സഭ നാളെ ഉണ്ടാകില്ല. വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകും. പക്ഷേ പഴയതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു 3/2 ഭൂരിപക്ഷം കിട്ടുമോ അതോ ഒരു നേരിയ ഭൂരിപക്ഷമായിരിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയമുള്ളത്. എന്തായാലും NDAക്ക് മുൻതൂക്കമുണ്ടെന്ന് എല്ലാ പോൾ ഏജൻസീസും ഒരുപോലെ പറഞ്ഞു. അതിപ്പോൾ ഷെയർ മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ നോക്കിയാലും ഒരു ദിവസം കഴിഞ്ഞ് നാളെ മറിച്ചാണെങ്കിൽ ഷെയർ മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോവില്ലേ? ഇപ്പോൾ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഒരു സുസ്ഥിരമായൊരു ഗവൺമെൻറ് വേണമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിനുണ്ടാകുന്ന വികസനത്തിൽ അതിൻ്റെ പങ്കാളിത്തമുള്ള ജനങ്ങളും തീർച്ചയായിട്ടും കമ്പോളത്തിൻ്റെ സ്വാധീനവും എല്ലാം ബന്ധപ്പെട്ടിരിക്കുകയാണ്.